CPM തിരുവനന്തപുരം ജില്ലാ ഘടകത്തിൽ തിരക്കിട്ട സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ നടക്കുകയാണ്. ആറ്റിങ്ങലും വാമനപുരത്തും ഒഴികെ സിറ്റിംഗ് MLA മാർ മത്സരിക്കും. വാമനപുരത്ത് A. റഹീം മത്സരിക്കാനാണ് സാധ്യത. DK മുരളിയെ ജില്ലാ സെക്രട്ടറിയാക്കാൻ നീക്കവുമുണ്ട്. LDFിന്റെ മേഖലാ ജാഥകൾ പൂർത്തിയാക്കിയ ശേഷം സ്ഥാനാർത്ഥി പട്ടികയിൽ അന്തിമ തീരുമാനമുണ്ടാകും. അൻഫിലിറ്റ് ഡിസൂസ ചേരുകയാണ്. അൻഫിലിറ്റ്, ഈ CPMനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം ജില്ല കഴിഞ്ഞ തവണയും നമ്മൾ കണ്ടതാണ്, ഒരു മികച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു. കേവലം കോവളം മാത്രമാണ് LDFിന്റെ കയ്യിൽ നിന്നും മാറിപ്പോയത്. എന്തായാലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലം നമ്മൾ കണ്ടു. അവിടെയും UDFിന് ഒരു മേൽക്കൈ ഉണ്ട് എന്ന് പറയേണ്ടി വരും. ആ ഘട്ടത്തിലാണോ പെട്ടെന്ന് തന്നെ തിരക്കിട്ട നീക്കങ്ങൾ തലസ്ഥാന നഗരിയിൽ നടത്തുന്നത്? ലിജൻ, തീർച്ചയായും തലസ്ഥാന ജില്ല എന്ന് പറയുന്നത് മൂന്ന് മുന്നണികൾക്കും അതീവ പ്രധാനമാണെന്ന് നമുക്ക് അറിയാം. അതിൽ യാതൊരു തർക്കവുമില്ല. കാരണം UDFിനായാലും LDFിനായാലും പ്രത്യേകിച്ച് BJPക്കായാലും ഈ BJPക്ക് ഏറ്റവും കൂടുതൽ വളക്കൂറുള്ള ഒരു മണ്ണ് കൂടിയാണ് തലസ്ഥാന ജില്ല. അതുകൊണ്ട് തന്നെ മറ്റു രണ്ട് മുന്നണികളും, ഇടതു വലതു മുന്നണികൾ സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ അതീവ ജാഗ്രതയോടുകൂടി കരുതലോടുകൂടി തന്നെയാണ് നിർത്തുക. ഇതിൽ നിലവിലെ 2021 താരതമ്യം ചെയ്യുമ്പോൾ LDFിനാണ് മുൻതൂക്കം. കോവളം ഒഴികെ മറ്റ് 13 നിയോജക മണ്ഡലങ്ങളിലും, അതായത് തിരുവനന്തപുരം, ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ് തിരുവനന്തപുരം ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങൾ. അപ്പോൾ ഈ 14 കോവളം ഒഴികെ മറ്റ് 13 മുന്നിട്ട് നിൽക്കുന്ന 13 LDFിന്റെ സ്ഥാനാർത്ഥികൾ തന്നെയാണ് നിയമസഭയിലുള്ളത്. LDF MLA മാരാണ് നിയമസഭയിലുള്ളത്. അപ്പോൾ അത്രയേറെ ശക്തമായ തേരോട്ടമാണ് തിരുവനന്തപുരം ജില്ലയിൽ ഇടതുമുന്നണിയെ സംബന്ധിച്ചോളം. പക്ഷെ അതിനുശേഷം വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതിനുശേഷം വന്ന ലോക്കൽ ബോഡി ഇലക്ഷനൊക്കെ വന്നപ്പോൾ അതിലുണ്ടായ വോട്ടിംഗ് പാറ്റേണിലൊക്കെ നമ്മൾ വ്യത്യാസം കണ്ടതാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ തന്നെയും കോർപ്പറേഷനിൽ BJPക്ക് വലിയ രീതിയിൽ മുന്നേറ്റമുണ്ടായി. ഇതൊക്കെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കുമെന്നുള്ളൊരു കണക്കുകൂട്ടൽ ഒരു ഭാഗത്ത് നിൽക്കുന്നു. തൽക്കാലം നിലവിൽ ഈ 13 MLA മാർ 2 ആറ്റിങ്ങലും വാമനപുരം മറ്റിടങ്ങളിലൊക്കെ തന്നെയും സിറ്റിംഗ് MLA മാർ മത്സരിക്കട്ടെ എന്ന രീതിയിലുള്ള ചർച്ചകളിലേക്കാണ് പോകുന്നത്. ഏറെക്കുറെ അതിന് സാധ്യത തന്നെയാണുള്ളത്. കാരണം അത്തരം ചർച്ചകൾക്കാണ് ഇപ്പോൾ മുൻതൂക്കം. അതായത് വാമനപുരത്ത് DK മുരളിയെ വാമനപുരത്ത് നിന്ന് മാറ്റുക, പകരം DK മുരളിയെ ജില്ലാ സെക്രട്ടറി ആക്കാനുള്ള നീക്കങ്ങൾ, ചർച്ചകൾ ഏറെക്കുറെ അങ്ങനെ ആയിക്കഴിഞ്ഞിരിക്കുകയാണ്. കാരണം ഇപ്പോഴുള്ള V. ജോയി, അദ്ദേഹം ജില്ലാ സെക്രട്ടറിയാണ്. V. ജോയി തെരഞ്ഞെടുപ്പ് കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ അദ്ദേഹം വർക്കല വീണ്ടും ജനവിധി തേടുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ജില്ലാ സെക്രട്ടറി പദം ഒഴിയേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ DK മുരളിയെ ജില്ലാ സെക്രട്ടറി ആക്കി മുന്നോട്ട് പോകാമെന്നൊരു ധാരണയിലാണ് ഇപ്പോൾ CPM ജില്ലാ നേതൃത്വമൊക്കെ എത്തിയിരിക്കുന്നത്. അതിൽ സംസ്ഥാന ഘടകത്തിന്റെ പിന്തുണയും ഒക്കെ ലഭിച്ചിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ വാമനപുരത്ത് ആരും മത്സരിക്കുമെന്നുള്ള ചോദ്യം, നിലവിൽ രാജ്യസഭാ MP ആയിരിക്കുന്ന A. റഹീം വാമനപുരത്ത് മത്സരിക്കാൻ തന്നെയാണ് സാധ്യത. കാരണം അതിനാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തിൽ താല്പര്യം. A. റഹീമിനെ നിയമസഭയിലേക്ക് കൊണ്ടുവരണമെന്ന് തന്നെയാണ്. A. റഹീം വാമനപുരത്ത് മത്സരിക്കുകയാണെങ്കിൽ ശക്തമായൊരു പോരാട്ടം ഉണ്ടാവുകയും ആ സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ കഴിയുകയും ചെയ്യുമെന്നൊരു വിലയിരുത്തലാണ് CPM സംസ്ഥാന ഘടകത്തിലുള്ളത്. അതുകൊണ്ട് തന്നെയും A. റഹീമിനെയൊക്കെ രാജ്യസഭയിൽ നിന്ന് തിരിച്ച് നിയമസഭ കേരള ഘടകത്തിലേക്ക് കൊണ്ടുവരിക, അവിടെ നിയമസഭയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു നീക്കവും ഇതിൻ്റെ മുന്നിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് റഹീമിനെ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത്. ഒപ്പം ആറ്റിങ്ങലിൽ അംബികാദേവിയെ ഇത്തവണ മത്സരിപ്പിക്കേണ്ടതില്ല എന്നൊരു തീരുമാനം, അംബികാദേവി മാറണമെന്നൊരു തീരുമാനമാണുള്ളത്. അവിടെ പല പേരുകളുമൊക്കെ ഉയർന്നു വരുന്നുണ്ട്. അദ്ദേഹത്തെ അംബികാദേവിയുടെ മകൻ്റെ പേര് ഉൾപ്പെടെ തന്നെ ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ അതിൽ പകരം ആര് എന്ന കാര്യത്തിലുള്ള സജീവമായ ചർച്ചകളാണ് നടക്കുന്നത്. നെയ്യാറ്റിൻകരയിൽ നിന്ന് ആൻസറിനെ മാറ്റണം എന്നുള്ള ചർച്ചകൾ നടന്നുവെങ്കിലും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വാമനപുരത്ത് നിന്നും ആറ്റിങ്ങലിൽ നിന്നും നിലവിലെ MLA മാർ മാറട്ടെ എന്ന രീതിയിലാണ് ഇപ്പോൾ ചർച്ചകളൊക്കെ എത്തി നിൽക്കുന്നത്. മറ്റിടങ്ങളിലൊക്കെ ഇതിൽ സിറ്റിംഗ് MLA മാർ മത്സരിക്കട്ടെ എന്നും തീരുമാനത്തിലെത്തി നിൽക്കുകയാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ലിജിൻ, ഈ നേമത്ത് ശിവൻകുട്ടിയും ഒപ്പം കടകംപള്ളി സുരേന്ദ്രൻ കഴക്കൂട്ടത്തും ജനവിധി തേടുന്നു എന്നുള്ളതാണ് ഏറ്റവും അധികം. കാരണം BJP സംബന്ധിച്ചൊക്കെ തന്നെ ഏറ്റവും നിർണായകമായ സീറ്റാണ് ഈ നേമം എന്ന് പറയുന്നത്. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ നേരിട്ട് മത്സരിക്കും എന്ന പ്രഖ്യാപനം അദ്ദേഹം തന്നെ സ്വമേധയാ നടത്തിയിരിക്കുന്നു. ഏറെക്കുറെ രാജീവ് ചന്ദ്രശേഖർ തന്നെയാകുമെന്ന കാര്യത്തിൽ ഒരു മറ്റ് ചർച്ചകളോ ഒന്നും തന്നെ വന്നിട്ടുമില്ല BJPയിൽ നിന്ന്. അങ്ങനെയെങ്കിൽ ഇത്തവണ രാജീവ് ചന്ദ്രശേഖർ BJPക്ക് ഏറ്റവും മുതൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്, വലിയ രീതിയിലൊരു ഭൂരിപക്ഷമുള്ള നിയമസഭാ നിയോജക മണ്ഡലങ്ങൾ അടിസ്ഥാനത്തിൽ നോക്കിയാൽ പോലും ഏറെ ഭൂരിപക്ഷമാണ് BJPക്കുള്ളത്. അങ്ങനെ BJP എല്ലാ അർത്ഥത്തിലും മേൽക്കൈ നേടി നിൽക്കുന്ന ഒരു നിയമസഭാ മണ്ഡലമാണ് നേമം. ആ നേമത്ത് ശിവൻകുട്ടി വീണ്ടും അവിടെ കളത്തിലിറങ്ങുമ്പോൾ എങ്ങനെ ആ സീറ്റ് ഇടതു മുന്നണിക്ക് നിലനിർത്താൻ കഴിയുമെന്നൊരു ചോദ്യം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിലുണ്ട്. കഴിഞ്ഞ തവണ K. മുരളീധരൻ മത്സരിച്ചു എന്നൊരൊറ്റ കാരണത്താൽ മാത്രമാണ് V. ശിവൻകുട്ടി ജയിക്കാനായത്. അതുകൊണ്ട് തന്നെ V. ശിവൻകുട്ടി അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥി അവിടെ നിന്ന് കഴിഞ്ഞാൽ ആ സീറ്റ് കൈവിട്ടു പോകുമെന്നുള്ള ചർച്ചകളിലേക്കാണ് നീങ്ങുന്നത്. ഒപ്പം തന്നെ കടകംപള്ളി സുരേന്ദ്രൻ ഈ ശബരിമലയെ ബന്ധപ്പെട്ട എല്ലാ വിവാദങ്ങൾ നിൽക്കുമ്പോഴും അദ്ദേഹത്തിന് അവിടെ സീറ്റ് കൊടുക്കാൻ CPM നിർബന്ധിതമാകുന്നു എന്നതും വലിയൊരു ചോദ്യമാണ്. അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തെ എതിർത്ത് പാർട്ടിക്കുള്ളിൽ തന്നെ ജില്ലാ ഘടകത്തിന് ശക്തമായൊരു വികാരമുണ്ട്. എങ്കിൽ പോലും കടകംപള്ളി
കടകംപള്ളി സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാകുമെന്ന കാര്യത്തിലാണ് ഇപ്പോൾ ചർച്ചകളൊക്കെ എത്തി നിൽക്കുന്നത്. ലിജിൻ, ശരി, എന്തായാലും വളരെ പ്രധാനപ്പെട്ട ജില്ല കൂടിയാണ് തലസ്ഥാന നഗരി. സ്വാഭാവികമായും 3 മുന്നണികളും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിൽ മത്സരം കാഴ്ചവെക്കാൻ തന്നെയായിരിക്കും ഇത്തവണ ശ്രമിക്കുക. കാരണം നേരത്തെ കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ 13 ഇടത്തും LDF വിജയിച്ചു, ഒരിടത്ത് മാത്രമാണ് UDF വിജയിക്കാൻ സാധിച്ചത്. പക്ഷെ അത് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് നിലവിൽ UDF ലക്ഷ്യം, അല്ലെങ്കിൽ അവർ തീരുമാനിച്ചിരിക്കുന്നത് അതുപോലെയാണ്. അപ്പോഴും BJP കരുത്തുറ്റ ഒരു ശക്തിയായി മാറുന്നു. പ്രത്യേകിച്ച് നിയമം അടക്കമുള്ള മണ്ഡലങ്ങളിൽ BJPയുടെ സാന്നിധ്യം ഇത്തവണ കൂടുതൽ കരുത്തുറ്റതായി മാറും എന്നുള്ള കാര്യങ്ങളും കൂടി പുറത്തു വരികയാണ്. അൻഫിലിറ്റാണ് വിവരങ്ങൾ നൽകിയത്.